സുഹൃത്തുക്കളെ, 2022 തുടക്കത്തിലും 2021 അവസാനത്തിലും 2022 തുടക്കത്തിലൊക്കെ ആയിട്ട് നമ്മളെപ്പോഴും കേട്ടുകൊണ്ടിരുന്നൊരു വാക്കാണ്. മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്, കേരളയിൽ വരും കേട്ടാ, കേരളയിൽ വരും കേട്ടാ, ആര് നിർത്താലും വരും കേട്ടാ എന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ MP ജയരാജൻ സഖാവ് കല്ല് പറിക്കാൻ വന്നാൽ പല്ല് പറിക്കും കേട്ടാ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടിരുന്നത്. എന്തായിരുന്നാലും 2022 മെയ് മാസത്തിലെ തൃക്കാക്കര ബൈ ഇലക്ഷന് ശേഷം, അവിടെ നിലംപരിശായതിനു ശേഷം, അതും ഡോക്ടറെയൊക്കെ പിടിച്ചിട്ടാണ്, ഹൃദ്രോഗ വിദഗ്ധനെ കാർഡിയോളജിസ്റ്റ് ആയിട്ടുള്ള ജോസഫിനെ പിടിച്ചു നിർത്തി 8 നിലയിൽ പൊട്ടി കഴിഞ്ഞതിന് ശേഷം 25,000 ചില്ലാനം വോട്ടിന് പരാജയപ്പെട്ടതിന് ശേഷം പിന്നെ കേരളയിൽ വരും കെട്ട എന്നാരും പറഞ്ഞിട്ടില്ല. പക്ഷെ മെസ്സി വരും കെട്ട എന്ന് പറഞ്ഞിരുന്നു. നമ്മളെ ഫുട്ബോൾ താരം മെസ്സി വരും എന്ന് കേട്ടിരുന്നു. അത് പറഞ്ഞത് നമ്മളെ കായിക മന്ത്രി ബി അബ്ദുറഹിമാനാണ്. ബി അബ്ദുറഹിമാൻ മാന്യനായ രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹം കോൺഗ്രസിലൂടെയാണ് കടന്നു വന്നത്. പക്ഷേ അദ്ദേഹം പിന്നീട് പിന്നെ തിരൂർ മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർമാനായിരുന്നു. കോൺഗ്രസിൽ ഗതികെട്ട് കഴിഞ്ഞപ്പം അദ്ദേഹം CPM-ൻ്റെ സഹയാത്രികനാകുകയും തിരൂർ മുനിസിപ്പാലിറ്റിക്ക് CPM പിന്നെ ആ മുനിസിപ്പാലിറ്റി പിടിച്ചു കൊടുക്കുകയും ചെയ്തു. വെറുതെ ഒന്നുമല്ല, വെറുകയോടെ ഒന്നുമല്ല, ഒരു മുനിസിപ്പാലിറ്റിയായിട്ട് പിടിച്ചു കൊടുത്തില്ല. മാമൻ എന്നാണ് അദ്ദേഹത്തെ അവിടെയുള്ള ആളുകൾ വിളിക്കാറുള്ളത്. സമ്പന്നനാണ്, പിന്നെ ഒരുപാട് ഭൂസ്വത്തും ഒക്കെയുള്ള ബിസിനസ്സുകളൊക്കെ ഉള്ള ആളാണ്. പക്ഷേ മാന്യനായ രാഷ്ട്രീയക്കാരനാണ്, ജനകീയനാണ്. താനൂരിൽ നിന്ന് 2016-ലും 2021-ലും വിജയിച്ചു. താനൂരിൽ നിന്ന് അബ്ദുറഹിമാൻ രണ്ടത്താണിയാണ് 2016-ൽ പരാജയപ്പെടുത്തിയത്. 2021-ൽ PK ഫിറോസിനെ, മുസ്ലിം ലീഗിൻ്റെ നേതാവ് PK ഫിറോസിനെ പരാജയപ്പെടുത്തി. 2016-ൽ അബ്ദുറഹിമാൻ രണ്ടത്താണി അവിടുത്തെ സിറ്റിംഗ് MLA ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ആ സമയത്താണ് അദ്ദേഹത്തെ പരാജയപ്പെടുത്തി. അതോടുകൂടി രണ്ടത്താണിയുടെ പാർലമെൻ്ററി രാഷ്ട്രീയ ഭാവി അവസാനിക്കുകയും ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹത്തെ കൊല്ലം ജില്ലയിൽ കൊണ്ടിട്ടായിട്ടത്. ഇത്തവണ മലപ്പുറത്ത് ഒരു ഷോർ സീറ്റ് അദ്ദേഹത്തിന് കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായിരുന്നാലും അങ്ങനെ വന്നു അബ്ദുറഹിമാൻ. ബി അബ്ദുറഹിമാൻ വരുമ്പോൾ തന്നെ തിരൂർ മുനിസിപ്പാലിറ്റി പിടിച്ചു എന്ന് പറഞ്ഞത് മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനായിരുന്നത് അതൊരു ഒരു കുറുമുന്നണിയായിരുന്നു. അങ്ങനെ ആ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനായിരുന്നത് അഡ്വക്കേറ്റ് ഗിരീഷാണ്. ഗിരീഷിൻ്റെ വളരെ വർഷങ്ങളായിട്ടുള്ള സൗഹൃദമുള്ള ആളാണ്. ഇപ്പം ഞങ്ങൾ കോൺടാക്റ്റ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരുമിച്ച് ഒരുപാട് സംസാരിക്കുകയും ഒരുപാട് ചായ കുടിക്കുകയും ഒരുപാട് ഭക്ഷണം കഴിക്കുകയും ഒക്കെ SFI കാലഘട്ടത്തിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. SFIയുടെ ജില്ലാ നേതാവായിരുന്നു ഗിരീഷ്. ഗിരീഷിനൊക്കെ ഞാൻ നമ്പർ പോലും എൻ്റെ അടുത്തില്ല, വിളിച്ചാൽ ആരെങ്കിലും ഒന്ന് ഫുൾ ഔട്ട് ചെയ്യാൻ പറ്റും. എന്തായിരുന്നാലും പുള്ളി പറഞ്ഞു മെസ്സി വരും കേട്ടോ, മെസ്സി വരും കേട്ടോ എന്ന് പറഞ്ഞു. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം, ഇദ്ദേഹം പറഞ്ഞത് സംസ്ഥാന സർക്കാരിന് ഇതുവരെ ആ ഡീലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല എന്നുള്ള. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗുകാരാണ് ഇത് കൊണ്ടുവരാൻ നേറ്റത്. അത് നമ്മളെ മുട്ടിൽ മരമുറിക്കാർ, ഒരു കച്ചവടക്കാരാണ്. അവരിവിടെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും കൊണ്ടുവരിക? അവരതിനകത്ത് ഇന്ന് പിന്നെ ആൻഡ് ഓഗസ്റ്റിന് പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട്. അത് റിപ്പോർട്ടർ ചാനലിൻ്റെ ലോകമുള്ള അവരുടെ സ്ഥാപനത്തിന് പത്രസമ്മേളനം വിളിച്ചു. ബാക്കി മാധ്യമങ്ങൾക്ക്, മുഖ്യധാര ദൃശ്യമാധ്യമങ്ങൾക്ക് വിവരം ഉണ്ടെങ്കിൽ അത് പോകാൻ പാടില്ലായിരുന്നു. അല്ലെങ്കിൽ ആ ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിട്ടിരുന്നവർ അവർ പൊട്ടന്മാരാണ്. റിപ്പോർട്ടർ ചാനൽ അവിടെയും അവരുടെ മാർക്കറ്റിംഗ് തന്ത്രം വിജയിപ്പിച്ചു. ഏഷ്യാനെറ്റും മാതൃഭൂമി ന്യൂസും മനോരമ പിന്നെ ചാനലും മീഡിയ വണ്ണും കൈരളിയും ഒക്കെ, കൈരളി പിന്നെ അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കണേ, ജയ്ഹിന്ദും ജനം TV ഒക്കെ റിപ്പോർട്ടർ ചാനലിൻ്റെ അറിയാതെ, മനസ്സറിയാതെ റിപ്പോർട്ടർ ചാനലിൻ്റെ PR വർക്ക് ഏറ്റെടുത്ത പോലെയായി. പൊട്ടന്മാരാണ് സത്യം പറഞ്ഞാൽ. ഒരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഇവരത് അവഗണിച്ച് വിട്ടാൽ മതിയായിരുന്നു. അവരവരുടെ സ്റ്റോറീസ് വിട്ടാൽ മതിയായിരുന്നു. ആ പത്രസമ്മേളനം അവിടെ വെച്ചിട്ട് വിളിക്കുമ്പോൾ പോകാൻ പാടില്ലായിരുന്നു. ബുദ്ധി ഉണ്ടെങ്കിൽ, ബിസിനസ് ബുദ്ധി ഉണ്ടെങ്കിലും ഒരു പിന്നെ കോമൺ സെൻസ് ഉണ്ടെങ്കിലും അവർ പോകാൻ പാടുണ്ടായിരുന്നില്ല. അവരെല്ലാം പോയിട്ട് അവർക്ക് നല്ല പബ്ലിസിറ്റി കൊടുത്തു. ആൻഡ് ഓഗസ്റ്റിന് മുതലെടുത്തു. ആൻഡ് ഓഗസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നല്ലൊരു ടീമുണ്ട്. അദ്ദേഹത്തിന് എന്ത് പറയണം, എങ്ങനെ പറയണം എന്നുള്ളത് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു ടീമിനെ വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്. അങ്ങനെയാണ് അദ്ദേഹം എഡിറ്റേഴ്സ് അവറിലൊക്കെ വന്നിരിക്കുന്നത്. അല്ലാതെ മൂപ്പര സ്വന്തം സാധനം അല്ലാതെ അത് ക്ലാസ് എടുത്ത് പഠിപ്പിച്ചു കൊടുക്കാൻ ശമ്പളം കൊടുത്ത്, കാരണം പൈസ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ അങ്ങനെ കൊണ്ട് നിർത്തിയതാണ്. പിന്നെ മൈക്രോ ഫിനാൻസ്, വെള്ളാപ്പള്ളിയുടെ മൈക്രോ ഫിനാൻസ് പോലെ തന്നെ മുട്ടിൽ മരമുറി കേസൊന്നും ഒരു കാലത്തും തെളിയാൻ പോലില്ല. കാരണം എന്ന് വെച്ചാൽ അതിനാണ് ഇവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് പിണറായി സ്തുതി പറയുന്നതും CPM-നെ പുകഴ്ത്തുകയൊക്കെ ചെയ്യുന്നത്. അത് ഒരു പിന്നെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ആ അഡ്ജസ്റ്റ്മെൻറ്റ് തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധി കേരളീയ ജനതയ്ക്കില്ല എന്നുള്ളത് നിർഭാഗ്യകരം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എന്തായിരുന്നാലും റിപ്പോർട്ടർ ചാനലുകാർ അവർ പറഞ്ഞത് അതിൻ്റെ സാങ്കേതിക വശങ്ങളും ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ പറഞ്ഞു പോയി. ബി അബ്ദുറഹിമാൻ പറഞ്ഞത് ഖജറാവിന് നഷ്ടം ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ ഇദ്ദേഹം പോയതിൻ്റെ അർജന്റീനയിൽ പോയതിൻ്റെ എക്സ്പെൻസ് 13 ലക്ഷത്തോളം വന്നു എന്നത് അത് പിന്നെ പത്രമാധ്യമങ്ങളും ബാക്കി ദൃശ്യമാധ്യമങ്ങളും എല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തു. ഒരക്ഷരം വേണ്ടിയിട്ടില്ല മാമൻ, തിരൂരുകാരുടെ മാമൻ. അദ്ദേഹം സഖാവും തന്നെ വിളിക്കുക അദ്ദേഹത്തെ. കാരണം വെച്ചാൽ അദ്ദേഹം പാർട്ടി മെമ്പർഷിപ്പ് എടുത്തു. ഇപ്പോൾ KT ജലീലോ PV അൻവറോ ഒന്നും പാർട്ടി മെമ്പർഷിപ്പ് എടുത്തിരുന്നില്ല. അദ്ദേഹം CPM-ൻ്റെ മെമ്പർഷിപ്പ് 2023-ൽ അദ്ദേഹം പിന്നെ CPM-ൻ്റെ കാൻഡിഡേറ്റ് മെമ്പർഷിപ്പിൽ വന്ന് ഫുൾ മെമ്പറാണ്. ഇപ്പോൾ ഏതാ ഘടകം എന്നുള്ളത് എനിക്കറിയില്ല, ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചില്ല. സത്യത്തിൽ ഇപ്പോഴാണ് ഓർക്കണത്. ആരെങ്കിലും പാർട്ടി അവിടുത്തെ തിരൂരോ താനൂരോ ഒക്കെ ഉള്ള ആരെങ്കിലും വിളിച്ച് ചോദിച്ചാൽ മതിയായിരുന്നു.
മലപ്പുറത്തുള്ള ആരെങ്കിലും വിളിച്ച് ചോദിച്ചാൽ മതിയായിരുന്നു. അത് ചോദിക്കാൻ മറന്നുപോയി. ഇത് പിന്നെ മൂപ്പര് അർജന്റീനയിൽ പോയിട്ട് മെസ്സിയെ കാണാൻ പറ്റിയിട്ടില്ല, മെസ്സിൻ്റെ സെക്രട്ടറിയെ പോലും കാണാൻ പറ്റിയിട്ടില്ല. അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷനുമായിട്ടോ അദ്ദേഹം ഇപ്പോൾ കളിക്കുന്ന ക്ലബ്ബുമായിട്ടോ സംസാരിക്കാൻ പറ്റിയിട്ടില്ല. ക്ലബ്ബുമായിട്ടുള്ള കരാറൊക്കെ ഉണ്ടാകുമ്പോൾ വേറെ സ്ഥലത്തേക്ക് പോകുമ്പം അതിനകത്ത് വയലേഷൻ ഇല്ലാതെ വരണം എന്നുണ്ടെങ്കിൽ അവരുടെ പിന്നെ വളരെ റിജിഡായിട്ടുള്ള എഗ്രിമെൻ്റ് ആയിരിക്കും ഉണ്ടാവുക, കർശനമായ ഉപാധികൾ ഉണ്ടാവും. അതാണ് ഈ ക്ലബ്ബ് ഫുട്ബോൾ. ദേശീയ ടീമിൻ്റെ കൂടെ കളിക്കുമ്പം ബാക്കിയുള്ളതൊക്കെ നടക്കും. അതിലത്ര വലിയ എന്താ പറയുക കർശനമായ ഉപാധികളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ക്ലബ്ബ് ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലോകമാണ്. അതിപ്പോൾ ബാഴ്സലോണയാണെങ്കിലും ബാക്കിയുള്ള ക്ലബ്ബുകളാണെങ്കിലും ഒക്കെ ഏത് ക്ലബ്ബാണെന്നുണ്ടെങ്കിലും അവർക്ക് കൃത്യമായിട്ടുള്ള എല്ലാ കാര്യത്തിലും അതിൻ്റെ നോംസ് വളരെ കൃത്യമായിട്ട് വെക്കുവര്. അവരുടെ അനുമതി ഇല്ലാതെ വേറെ പരിപാടിക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ അവർ കോടികൾ മുടക്കുന്ന അതൊരു ബിസിനസ് ലോകമാണ്. കളിയോടുള്ള താല്പര്യം എന്നുള്ളതല്ല, കച്ചവടമാണ് അവിടെ ഫുട്ബോളിൽ. ഇപ്പം ഇന്ത്യയിലോ പാകിസ്ഥാനിലോ അല്ലെങ്കിൽ ശ്രീലങ്കയിലോ ഓസ്ട്രേലിയയിലും ദക്ഷിണാഫ്രിക്കയിലും ഒക്കെ ക്രിക്കറ്റ് ഒരു വലിയ കച്ചവടം. പക്ഷേ ലോകത്തെ ഏറ്റവും വലിയ സ്പോർട്സ് കച്ചവടം നടക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് അത് ഫുട്ബോളിലാണ്, ക്ലബ്ബ് ഫുട്ബോൾ രംഗത്താണ്. അത് വേൾഡ് കപ്പിലോ ബാക്കിയെടുത്തൊന്നല്ല. വേൾഡ് കപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന പാരിതോഷിക്കുന്നവരെ മുമ്പിൽ ഒന്നല്ല. ക്ലബ്ബ് ഫുട്ബോളിൽ പിന്നെ ഒരു കൊല്ലം കിട്ടുന്ന പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയ കോടികളാണ് ഓരോ ആൾക്കാർക്കും കിട്ടുന്നത്. ക്രിക്കറ്റ് എന്ന് പറയുന്ന മുമ്പിൽ ഒന്നുമല്ല. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഒരു പ്ലാനിങ്ങും ഇല്ലാതെ അവിടെ പോയിട്ട് പട്ടി അന്തയ്ക്ക് പോയ പോലെ പോയി ഇവരെ ഒന്നും കാണാനും പറ്റിയിട്ടില്ല പോകുന്നു. എനിക്ക് തോന്നുന്നത് ഈ വ്യാജ റിക്രൂട്ട്മെൻറ്റ് ഏജൻസികളൊക്കെ ഉണ്ടല്ലോ, ആളുകൾക്ക് ഗൾഫിലേക്ക് ജോലിക്ക് കൊണ്ടുപോകാം, വിസയ്ക്ക് ഇത്ര രൂപയാവും എന്നൊക്കെ പറഞ്ഞിട്ട് തട്ടിച്ച് പിന്നെ തട്ടിപ്പ് നടത്തിയിട്ട് കോടികളും ലക്ഷങ്ങളും മേടിച്ച് തൊഴിൽ തട്ടിപ്പ് നടത്തുന്ന വ്യാജ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി പോലെ എവിടെയെങ്കിലും പോയിട്ട് ഇവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണ് മെസ്സിയുടെ ഓഫീസ് എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ പറ്റിക്കപ്പെട്ടൊന്നും സംശയമല്ല. അത് അദ്ദേഹം പറ്റിക്കാനായിട്ട് പോയതല്ല. മൂപ്പര് നല്ല കായിക പ്രേമിയാണ് വി അബ്ദുറഹിമാൻ. ഖത്തറിൽ പിന്നെ വേൾഡ് കപ്പ് നടന്നപ്പോൾ 2022 എല്ലാ ആൾക്കാരും കാണാൻ പോയി. കാരണം വെച്ചാൽ നമ്മൾ തൊട്ടടുത്തുള്ള ഒരു രാജ്യം എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കുറച്ച് ചിലവിൽ പോയി കാണാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന രീതിയിൽ ഖത്തറിലേക്ക് അത്യാവശ്യം മലയാളികളെല്ലാം കണ്ടു. കാണേണ്ടവരല്ല, അത്യാവശ്യം ആ ടിക്കറ്റ് മേടിക്കാൻ കപ്പാസിറ്റി ഉള്ളവരൊക്കെ അവിടെയുള്ള പ്രവാസികൾ, സമീപ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾ, നാട്ടിലുള്ള ആൾക്കാരൊക്കെ പോയി കണ്ടു. പക്ഷേ റഷ്യയിൽ പിന്നെ വേൾഡ് കപ്പ് നടന്നപ്പം 2019 തോന്നുന്നു, ആ സമയത്ത് വേൾഡ് കപ്പ് നടന്നപ്പം പോയി കണ്ട ആളാണ് വി അബ്ദുറഹിമാൻ. നമ്മൾ മുനോറിലെ ശിഹാബ് തങ്ങൾ പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ പോയിരുന്നത് മഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള തുറക്കൽ വാവട്ടിയാക്കാൻ്റെ മകൻ, എൻ്റെ സുഹൃത്ത്, പ്രിയപ്പെട്ട സുഹൃത്ത് നാസിൻ്റെ അനിയൻ ഇപ്പോൾ അവിടെ മുനിസിപ്പൽ കൗൺസിലറായിരുന്നു, ഇപ്പോഴും ആണെന്ന് തോന്നണം, ആഷിക്ക്. നാസ് പോയിരുന്നു. നാസും മുനോറിൽ തങ്ങൾ ഒപ്പൂടെ ഒരുമിച്ചാണ് പോയത്. നാസം ഗത്താഫി, അവൻ വലിയ ബിസിനസ്സുകാരനാണ്. MSFിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ MSFിൽ അവൻ MSFിൽ ഞാൻ SFിയിലൊക്കെ ആകുമ്പോൾ ഞങ്ങളൊക്കെ തമ്മിൽ തല്ലുകൂടിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഭയങ്കര സൗഹൃദമാണ്. ഇപ്പോൾ എന്താ വെച്ചാൽ നമുക്കൊരു പ്രയാസം വന്നാൽ പോലും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രീതിയിൽ സഹായിക്കുമെന്ന് എനിക്ക് വിശ്വാസമുള്ള ആളുകളുടെ ഒരാളാണ്. ഒരു സാഹോദര്യമുണ്ട് ഞങ്ങൾക്കിടയിൽ. അപ്പം അങ്ങനെയുള്ള പിന്നെ അബ്ദുറഹിമാന് ഒരു പൂതി, നാട്ടിൽ മെസ്സിനെ കൊണ്ടുവരണം. മെസ്സിനെ കൊണ്ടുവന്ന് ഞാൻ കൂട്ടിട്ടുന്നതാണ്. മെസ്സിനെ കൊണ്ടുവരല്ല വേണ്ടത്. ഇനി മെസ്സിനെ കൊണ്ടുവന്നിട്ട് എന്തെടുക്കാനാണെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇവിടെ മെസ്സി ആണെങ്കിലും അവിടെ ചെക്ക് ചെയ്യില്ലേ? മലപ്പുറത്താണ്, ഇവിടെ സെവൻസ് ഫുട്ബോളാണ് മലപ്പുറത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മെസ്സിക്ക് സെവൻസ് കളിക്കാൻ പറ്റില്ല, 11s തന്നെ കളിക്കുകയുള്ളൂ. പിന്നെ മെസ്സി പിന്നെ എവിടേക്കാണ് പോകുന്നതെന്നൊക്കെ പറയുമ്പം പിന്നെ ഇവിടുത്തെ ഫുട്ബോൾ ടൂർണമെൻറ്റുകളുടെ ആരെങ്കിലും അഥവാ മെസ്സിയുടെ സ്റ്റാഫിൽപ്പെട്ട ആൾക്കാർ ആരെങ്കിലും ഒന്ന് സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെവൻസ് നടക്കുന്നിടത്തൊക്കെ അടിയാണെന്നേ. മലബാറിലെ സെവൻസ് എവിടെ ആണെന്നോ അവിടെ ഒരു അടിയാണ്. ഒരു കലാശക്കൂട്ടിന് അടി ഉണ്ടായിട്ട് പോവുള്ളൂ. മെസ്സി മലപ്പുറത്തുകാരെ തല്ലുള്ള വണ്ടി ഇങ്ങോട്ട് വരുമോ? ഇല്ല. രണ്ടാമത്തെ കാര്യം, പിന്നെ മെസ്സിക്ക് താല്പര്യം ഉണ്ടാവും. കാരണം മെസ്സിയുടെ ഏറ്റവും വലിയ കട്ടൗട്ടുകളൊക്കെ വെച്ചിട്ടുള്ളത് വേൾഡ് കപ്പ് ഫുട്ബോൾ പിന്നെ ആയിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ സാധനങ്ങളൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വലിയ, കാരണം അർജന്റീനയിൽ വെക്കാത്ത അത്രയും വലിയ കട്ടൗട്ടുകളോട് വെച്ചിട്ടുണ്ട്. നാട്ടുകാർ ആ പൈസയ്ക്ക് എന്തെങ്കിലും പാവങ്ങൾക്ക് ഒരു നേരത്തെ അരി മേടിച്ചു കൊടുത്താൽ മതി. കട്ടൗട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓരോ നാട്ടിലും കൊണ്ട് ഇത്ര കട്ടൗട്ട് വെക്കുന്നില്ല. ആ പൈസയൊക്കെ ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കേണ്ടതാണ്. ആരാധന മൂത്ത് ദുർവ്യയം ചെയ്യുന്നത് അത് ചാരിറ്റിയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗുണം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ തമിഴ്നാട്ടുകാർ സിനിമാ നടന്മാരെ വിജയിൻ്റെയൊക്കെ സിനിമ റിലീസ് ചെയ്യുമ്പോൾ പാലഭിഷേകം നടത്തുക, 500 ലിറ്റർ പാലൊക്കെ കൊണ്ടുവരുന്നത്. ആ പാല് 500 വീട്ടിൽ ഓരോ ലിറ്റർ വെച്ച് കൊടുത്താൽ പാല് മേടിക്കാൻ, 1 ലിറ്റർ പാല് മേടിക്കാൻ പിന്നെ വകയില്ലാത്ത കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് ഒരു ദിവസമെങ്കിലും പാല് പിടിക്കാൻ പറ്റും. എന്നും കട്ട ചായ കുടിക്കണവർക്ക് അതൊന്നും ഇവർക്ക് ചിന്തയില്ല. അപ്പം പിന്നെ ഇവരൊക്കെ കൊണ്ടുവരാൻ ഈസി ആയിട്ടുള്ള മാർഗ്ഗങ്ങൾ വേറെ ഉണ്ട്. അത് സോഴ്സ് നോക്കണം. എനിക്ക് തോന്നുന്നു ഒന്നുകിലും മറഡോണയെ ഏൽപ്പിക്കേണ്ടിയിരുന്നു. മറഡോണയല്ല, ബോബി ചെമ്മണ്ണ വരുന്നത്. അതായത് നമ്മളെ ഈ അമ്മച്ചിമാരിടുന്ന ചട്ടയും കൊടുത്തിട്ട് വരുന്ന സാധനം ഉണ്ടല്ലോ, ചെറിയ പിള്ളേരോട് വരെ
പിന്നെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്ന അതിൽ വിദഗ്ധരായിട്ടുള്ള നമ്മളെ ബോബിച്ചമുണ്ട കൊണ്ടാൽ മതിയായിരുന്നു. ചട്ടമുണ്ട് കൊടുത്ത് ആണെങ്കിലും പുള്ളി മറഡോണയുടെ കൊണ്ടുവന്നു കേരളത്തിൽ, അതേപോലെ കൊണ്ടാൽ മതിയായിരുന്നു. ഇവിടെ ചെയ്യേണ്ടത് സ്പോർട്സ് മേഖലയെ നവീകരിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് ഇവിടെ കൃത്യമായിട്ടുള്ള കോച്ചിങ് സംവിധാനങ്ങളില്ല. ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു മെസ്സി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരിക്കണം ഏറ്റവും വലിയ ലക്ഷ്യം. നമ്മളെ നാട്ടിൽ നിന്ന് ഒരു കാൾ ലൂയിസിനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരിക്കണം ഏറ്റവും വലിയ ലക്ഷ്യം. ഫുട്ബോളിലാവട്ടെ, ബാക്കിയുള്ള കായിക മേഖലയിലാവട്ടെ ഒക്കെ ആവട്ടെ. ദേശീയ സ്കൂൾ ഗെയിംസ് ഒക്കെ നടക്കുമ്പം നമ്മളെ കുട്ടികൾ പോകുന്നത് ഓർഡിനറി കമ്പാർട്ട്മെന്റിൽ ഇരുന്നിട്ടാണ്, മത്തി അടുക്കി വെച്ച പോലെ ഇരുന്നിട്ട് ഉറങ്ങാനും പറ്റില്ല, ഒന്നും പറ്റില്ല, ഇരിക്കാൻ പോലും സ്ഥലമില്ലാത്ത സ്ഥലത്ത് വെച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവർക്ക് അറ്റ്ലീസ്റ്റ് 3rd ക്ലാസ് AC ഇങ്ങനെ പോകാനുള്ള സംവിധാനം ഈ പൈസയ്ക്ക് അതിലേക്കാണ് ഡൈവേർട്ട് ചെയ്യണ്ടേ. കാരണം ഇവർ ഇത്രയും ക്ഷീണിച്ച് യാത്ര ചെയ്ത് വല്ല ലുധിയാനയിലോ വല്ല ഹിമാചൽ പ്രദേശിലോ എവിടെയെങ്കിലും വല്ല, അല്ലെങ്കിൽ ഒറീസയിലെ ഭുവനേശ്വറിലോ അല്ലെങ്കിൽ ആന്ധ്രയിലെ പിന്നെ വിശാഖപട്ടണത്തോ വിജയവാഡ ഇപ്പോൾ തെലങ്കാനയിലാണെന്ന് തോന്നുന്നു, അവിടെയോ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ട് വെക്കണേ അവിടെ, അല്ലെങ്കിൽ രാജസ്ഥാനിലെ ജയ്പൂരിലോ ഒക്കെ. അങ്ങനെ ദേശീയ സ്കൂൾ കായികമേളയൊക്കെ നടക്കുമ്പോൾ ഈ കുട്ടികൾ ഇത്രയും യാത്ര ചെയ്ത് പോയിട്ട് അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. അവരെ ശാരീരിക സ്ഥിതി മോശമാവും. അവർക്ക് 3rd ക്ലാസ് AC എങ്കിലും ടിക്കറ്റൊക്കെ എടുത്ത് കൊടുത്ത് ശാന്തമായി ഉറങ്ങുകയും വിശ്രമിക്കുകയും ഒക്കെ ചെയ്ത് പിന്നെ വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പോകാൻ പറ്റണം. അവർക്ക് വേണ്ട കോച്ചിങ് കേന്ദ്രങ്ങൾ, ഫുട്ബോൾ കോച്ചിങ് കേന്ദ്രങ്ങൾ തുടങ്ങട്ടെ കേരളത്തിൽ. ഇഷ്ടംപോലെ ഫുട്ബോൾ താല്പര്യരായിട്ടുള്ള ആൾക്കാരുണ്ട്. ചെസ് അക്കാദമികൾ കൊടുക്കട്ടെ ഗവൺമെന്റ്, എല്ലാ ഫെസിലിറ്റിയും കൊടുക്കട്ടെ. ഇവരെ കൊണ്ടുവന്നിട്ട് കോടിക്കണക്കിന് രൂപയുടെ മുടക്കിയിട്ട് ഇവരെയൊക്കെ വലിച്ചു കൊടുത്തിട്ട് ഇവിടുത്തെ സ്പോർട്സ് മേഖല ഉദ്ധരിക്കപ്പെടുകയൊന്നുമില്ല. ഇവിടുത്തെ കായിക രംഗമൊന്നും അതുകൊണ്ട് വികസിക്കാൻ പോകുന്നില്ല. ഇപ്പൊ സ്റ്റീഫൻ സ്പീൽബർഗിനെ ഇവിടെ മേളയ്ക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മലയാളത്തിലെ ചലച്ചിത്ര മേഖലയിലുള്ള എല്ലാ നവാഗത സംവിധായകരുമായിട്ട് ഭയങ്കര പ്രബുദ്ധരായിട്ട് പോവില്ല. അതിന് വേണ്ടത് ഗവൺമെന്റ് സർക്കാർ മേഖലയിൽ ഫീസ് ഇളവ് വരുത്തിക്കൊണ്ട്, ഇപ്പൊ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും എല്ലാവർക്കും പോയിട്ട് പഠിക്കാൻ പറ്റില്ല. ഇവിടെ അതിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക, അത്രയും വരുന്നവർക്ക് പഠിക്കാൻ പറ്റുന്ന അക്കാദമികൾ ഉണ്ടാക്കി കൊടുക്കുക, ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടാക്കി കൊടുക്കുക. അതാണ് ചെയ്യേണ്ടത്. അതാണ് ദീർഘവീക്ഷണമുള്ള ഇത്തരം കാര്യങ്ങളെ സർഗാത്മകമായും ക്രിയാത്മകമായും സമീപിക്കാൻ താല്പര്യമുള്ള ഭരണാധികാരികളുടെ ഉത്തരവാദിത്വം. ഇവിടെ വാർത്തെടുക്കുന്നത് MSc ഒക്കെ. ഇപ്പം എന്തായിരുന്നാലും അത് പലരും സ്വകാര്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം എനിക്ക് വളരെ നല്ല അടുത്ത ബന്ധമുള്ള സൗഹൃദമുള്ള ആളുകളാണ് മുൻ ഇന്ത്യൻ ഫുട്ബോളർമാരായിട്ടുള്ള കുരികേശ് മാത്യുവും കെ ടി ചാക്കോ സാറും കുരികേശ് മാത്യു സാറും ഒക്കെ അവർ സ്വന്തമായിട്ട്, ഇപ്പം കെ ടി ചാക്കോ സാർ അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയൊക്കെ വിശേഷിക്കുന്നതുകൊണ്ട് എനിക്ക് സ്വന്തം ചേച്ചിയെ പോലെയാണ് അദ്ദേഹം. ഇവർ രണ്ടുപേരും മലപ്പുറത്ത് MSPയുടെ കമാൻഡന്മാരായിട്ടിരുന്നു. അവർ പോലീസിലാണ്, അവർ കേരള പോലീസിന് വേണ്ടി കളിച്ചിട്ടുള്ളതാണ്, സന്തോഷ് ട്രോഫിയൊക്കെ നേടിയിട്ടുള്ളതാണ്, ദേശീയ ടീമിലും അംഗങ്ങളായിട്ടുള്ളതാണ്. അപ്പോൾ കുരികേശ് മാത്യു സാറിൻ്റെയും രണ്ടുപേരുടെയും കുടുംബങ്ങളായിട്ട് കെ ടി ചാക്കോ സാറിൻ്റെയൊക്കെ കുടുംബമായിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറേ എല്ലാ വിവാഹത്തിൽ പോലും അത് പിരിഞ്ഞു പോയെങ്കിലും അതിൽ കെ ടി ചാക്കോ സാറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ പങ്കെടുത്തിട്ടുണ്ടാണ്. നല്ല ബന്ധമുണ്ടായിരുന്നു. ഞാൻ ആ വീട്ടിലൊക്കെ പല പ്രാവശ്യം പോയിട്ടുള്ള രണ്ടുപേരെയും വീട്ടിലൊക്കെ. അവരൊക്കെ സ്വന്തമായിട്ട് അക്കാദമി നടത്തുന്നുണ്ട്. IM വിജയൻ അത്തരം കാര്യങ്ങളിൽ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. U ഷറഫലി അങ്ങനെ ചെയ്യുന്നുണ്ട്. അദ്ദേഹം MSPയിലായിരുന്നു. IM വിജയൻ കേരള പോലീസിലായിരുന്നു തോന്നുന്നു എനിക്ക്. ഇവരെല്ലാം സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട്. സർക്കാർ അത്ര സംവിധാനങ്ങൾ ഉണ്ടാക്കട്ടെ. നമ്മളെ നാട്ടിലെ കുട്ടികൾക്ക് പന്ത് കളിക്കാൻ കഴിവുള്ള ആളുകൾക്ക്, ക്രിക്കറ്റ് കളിക്കാൻ കഴിവുള്ള ആളുകൾക്ക് അവർക്ക് വളരെ ഫ്രീ ആയിട്ട് അവർക്ക് അക്കാദമിക് വിദ്യാഭ്യാസം നടക്കുന്നതിൻ്റെ കൂടെ ഇത്തരം ട്രെയിനിങ് കൂടി കൊടുക്കാൻ കഴിയണം. ഇപ്പോൾ കോരത്തോട് സ്കൂള്, കോതമംഗലം സ്മാർട്ട് സർവീസ്, ഇവിടെയൊക്കെ ആ സ്കൂളുകൾ മാനേജ്മെന്റ് അതിനുള്ള സംവിധാനം ചെയ്യുന്നുണ്ട്. സർക്കാർ ഇത് ഏറ്റെടുക്കട്ടെ. നമ്മുടെ നാട്ടിൽ നിന്ന് നല്ല ഓട്ടക്കാരെ, നല്ല ചാട്ടക്കാരെ, നല്ല ഷാർപ്പ് ഷൂട്ടേഴ്സിനെ, നല്ല ഫുട്ബോളർമാരെ, നല്ല ക്രിക്കറ്റർമാരെ ഒക്കെ വാർത്തെടുക്കാൻ കഴിയുന്നു ഇവിടെ. അതിന് പറ്റും. അതിനാണ് ഈ പൈസ ഉണ്ടാക്കേണ്ടത്. അല്ല മെസ്സി ഇവിടെ വന്നു കഴിഞ്ഞാൽ മെസ്സി ഇവിടെ വന്നുകൊണ്ട് ഇവിടുത്തെ ഫുട്ബോളിൻ്റെ മേഖല ആകെ നന്നായി വരും, ഇവിടെ ആകെ ഉദ്ധരിക്കപ്പെടും, ഇവിടെ എന്തോ വലിയ വിപ്ലവം നടക്കുന്നുള്ളത് അതൊക്കെ തെറ്റിദ്ധാരണ, ആ വൃത്തികേടാണ് കാണിക്കുന്നത്. വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇലക്ഷൻ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് ആൾക്കാരെ കണ്ട് പൊടിയിടാൻ വേണ്ടിയിട്ടാണ് ഈ മെസ്സിനെ കൊണ്ടുവരാൻ വേണ്ടി വൈത്താല നടക്കുന്നത്. അപ്പോൾ എന്തായിരുന്നാലും പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ മാമൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതിനകത്ത്. ഇനിയിപ്പം ഇവർ അർജന്റീനയിൽ ചെന്നപ്പോൾ മൂപ്പര് സ്പെയിനില്ല, ആര് മെസ്സി 13 ലക്ഷം റുപ്യ സർക്കാരിൻ്റെ പൈസ മുടക്കിയിട്ടില്ല എന്നിട്ട് 13 ലക്ഷം റുപ്യ മുടക്കിയതിൻ്റെ എല്ലാ വിവരങ്ങളും പുറത്തേക്ക് വന്നു. മിണ്ടുന്നില്ലല്ലോ. ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയല്ല താങ്കൂർ സീറ്റ് പിടിക്കേണ്ടത്, ഇങ്ങനെയല്ല വോട്ട് പിടിക്കേണ്ടത് മലപ്പുറത്ത്. ഏറ്റവും വലിയ ഫുട്ബോൾ ഭ്രാന്തന്മാരും മലപ്പുറത്തുള്ളത്. ഞാൻ ഉൾപ്പെടെയുള്ളവരങ്ങനെ തന്നെയാണ്. ഞാൻ ക്രിക്കറ്റൊന്നും അങ്ങനെ കാണാറില്ല. ക്രിക്കറ്റിൻ്റെ വേൾഡ് കപ്പ് ആണെങ്കിൽ ICCയുടെ ഏത് ടൂർണമെൻ്റ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഞാൻ ശ്രദ്ധിക്കാറുള്ളത് 2020 പോലും കാണാൻ പോകാറില്ല. ഞാൻ സെമി ഫൈനലും ഫൈനലും മാത്രമേ കാണാറുള്ളൂ. അതേസമയം ഫുട്ബോൾ ആണെങ്കിൽ പ്രാഥമിക റൗണ്ട് തൊട്ട് കണ്ടില്ലെങ്കിൽ പോലും ക്വാർട്ടർ ഫൈനൽ തൊട്ട് എന്തായാലും കാണും. കുത്തിരുന്ന് കാണും. അതിൻ്റെ സഹോദരിമാരും അങ്ങനെ, എൻ്റെ അനിയത്തിമാരും അളിയന്മാരും ഒക്കെ ഇരുന്നിട്ട്
പിറ്റേന്ന് ഡ്യൂട്ടി അളിയൊക്കെ പിന്നെ ഒരാൾ ഡോക്ടറാണ്, മറ്റേ ആൾ പിന്നെ ഗൾഫിലാണ്, അവന് പിന്നെ പിറ്റേന്ന് ഡ്യൂട്ടിക്ക് കൊണ്ടുവരും. എന്നാലും ഒരു കുത്തിയിരുന്ന് കാണുന്ന ആൾക്കാരാണ്, ഇരുന്ന് കണ്ടുകൊണ്ടേ ഇരിക്കും. അങ്ങനെ കാണുന്നതാണ്, കുട്ടികൾ വരെ ഇരുന്ന് കാണും. അപ്പം ഫുട്ബോൾ എന്നൊക്കെ പറയുന്നത് നമുക്ക് അത്രയും വലിയ ഒരു പിന്നെ ഭ്രാന്ത് എനിക്കും ഉണ്ടെന്നേ. ഫുട്ബോൾ കളി ഏറ്റവും ഇഷ്ടപ്പെട്ട കളിയാണ് ഫുട്ബോൾ കളി. ക്രിക്കറ്റിനോട് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. അപ്പം പക്ഷേ അതിന് ചെയ്യേണ്ടുന്ന മാർഗം അതിനെ പിന്നെ നവീകരിച്ചു കൊണ്ടുവരാൻ, ഇവിടെ തന്നെ നമുക്ക് പുതിയ ആളുകളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ക്രിയാത്മകമായ നിർദ്ദേശങ്ങളാണ് വെക്കേണ്ടത്. അങ്ങനത്തെ പ്രൊജക്റ്റുകളാണ് കൊണ്ടുവരേണ്ടത്. അത്തരം പ്രൊപ്പോസൽസാണ് മുന്നോട്ട് വെക്കേണ്ടത്. പ്രൊജക്റ്റ് റിപ്പോർട്ട്സ് ഉണ്ടാക്കുക, ഒരു വിഷൻ ഡോക്യുമെൻ്റ് ഉണ്ടാക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഭാവി പദ്ധതികൾ ആവിഷ്കരിക്കുക ഒക്കെയാണ് ചെയ്യേണ്ടത്. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം ഇയാളെ കൊണ്ടുവരാൻ ഏറ്റവും പറ്റിയ ആളാരാന്നറിയോ? ഈ അബ്ദുറഹ്മാൻ അവിടെ പോയി തെണ്ടി കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അർജന്റീനയിൽ പോയിട്ട് അർജന്റീനയ്ക്ക് സ്പെയിനിക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ആകെ ചെയ്യേണ്ട ആവശ്യം നമ്മളെ ചിറ്റപ്പൻ മന്ത്രി ഉണ്ടല്ലോ, നമ്മളെ സഖാവ് ഇ പി ജയരാജൻ. ചിറ്റപ്പൻ എന്നുള്ളത് സത്യത്തിൽ ആ പാവത്തിനെ ട്രോളാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ്. ഒരു പാവം മനുഷ്യനാണ്, സത്യസന്ധനായ സഖാവാണ്. അങ്ങനത്തെ മുഖത്ത് കാണുമ്പോൾ ഒരു കാർക്കശിഭാവമൊക്കെ ഉണ്ടെന്നുണ്ട്. പാവമാണ്, വെറും സാധുവാണ്. പക്ഷെ പാർട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. പാർട്ടിക്ക് വേണ്ടിയിട്ട് ചാവാനും ഒക്കെ തയ്യാറായിട്ടുള്ള ആളാണ്. അത് തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആകുമ്പോൾ അനുഭവമുണ്ട്. പിന്നെ എനിക്ക് അദ്ദേഹത്തുമായിട്ട് അടുത്ത ബന്ധമുള്ള കുറേ ആൾക്കാരുമായിട്ട് നല്ല സുഹൃത്തുണ്ട്. എനിക്ക് അദ്ദേഹം സത്യസന്ധനായ മനുഷ്യനാണ്, പാവമാണ്. പക്ഷേ ചിലപ്പോൾ ഈ പാർട്ടി ഭ്രാന്ത് മൂത്തിട്ട് കമ്മി മനോഭാവത്തിലേക്ക് പോകാറുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ അദ്ദേഹത്തിന് CPM 100% ആത്മാർത്ഥതയുണ്ട്, സത്യസന്ധതയുണ്ട്, സ്നേഹമുണ്ട്. അതിൻ്റെ ആ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരോട് വല്ലാത്ത സ്നേഹമുണ്ട്. അത് അൺകണ്ടീഷണലാണ്, ഉപാധികളില്ലാത്ത സ്നേഹമാണ്. പാവമാണ്, തെറ്റിദ്ധരിക്കപ്പെട്ടൊരു മനുഷ്യനാണ്. പക്ഷേ ചിറ്റപ്പൻ മന്ത്രി ഞാൻ ട്രോളാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. മൂപ്പർക്ക് മെസ്സിയായിട്ട് നല്ല ബന്ധമുണ്ടെന്നേ മൂപ്പര് പണ്ട് പറഞ്ഞില്ലേ ഒരു വട്ടം. നമ്മളെ മുക്കാൽ പണിച്ചാലലിൻ്റെ ആണ് ബൈക്ക് കൊടുത്തത്. പക്ഷേ ആ വൃത്തിയിട്ടവന്മാർ അതെല്ലാം എടുത്തിട്ട് ഇട്ടു. പുള്ളി പറഞ്ഞ പക്ഷേ മെസ്സി എന്നുള്ളത് സ്നേഹം കൂടിയിട്ട് ഇതാണോ പെണ്ണാണെന്ന് മൂപ്പർക്ക് അറിയില്ലാന്ന് തോന്നുന്നുണ്ട്. മൂപ്പര് മേഴ്സി എന്നാണ്. മേഴ്സി എന്നുള്ളതല്ല നമ്മൾ കേൾക്കുള്ളൂ. മെസ്സി എന്നുള്ള പേര് പുള്ളി കേട്ടിട്ടില്ല. മേഴ്സിമാർ ഒരുപാടുണ്ട്. കണ്ണൂർ ജില്ലയിൽ ഈ ക്രിസ്ത്യൻ കുടിയേറ്റ മേഖലയായിട്ടുള്ള പേരാവൂരും ഇരിക്കൂരൊക്കെ ഒരുപാട് മേഴ്സിമാരുണ്ട്. അപ്പം മൂപ്പര് പറഞ്ഞ മേഴ്സി കപ്പ് കൊണ്ടിട്ട് മേഴ്സിയാണ് താരം, മേഴ്സി പിന്നെ മാൻ ഓഫ് ദ മാച്ച് ആവും എന്നൊക്കെ പറഞ്ഞിട്ട് മേഴ്സി എന്ന് പറഞ്ഞത് ഇവരെടുത്തിട്ട് ഇട്ടു. ഞാനാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ അങ്ങനെ ടങ് സ്ലിപ്പ് വന്നു കഴിഞ്ഞാൽ ഞാനത് ഇട്ടില്ല, അതേറെയില്ല. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളെ പല ഇൻ്റർവ്യൂവിനകത്ത് ഞാൻ അവരുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഞാൻ കട്ട് ചെയ്യിപ്പിക്കും. അങ്ങനെ ചെയ്യുക, അത് ഉണ്ടാക്കിയിട്ട് അത് ഇട്ടിട്ട് റീച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പിൽ വന്ന മനുഷ്യനോട് ചെയ്യണത് മോശമാണ്. അപ്പം മുമ്പിൽ മേഴ്സി എന്നൊക്കെ പറഞ്ഞാൽ പന്തൊക്കെ കാലുകൊണ്ട് കൈ കൊണ്ടൊക്കെ തട്ടിക്കളിച്ച് ഇവരെ മുമ്പിൽ വീഡിയോ കൊടുക്കാനുള്ളത് ആ മനുഷ്യൻ്റെ ഒരു നിഷ്കളങ്കതയുടെ ഭാഗമായിട്ട് ചെയ്തതാണ്. അത് ദുരുപയോഗപ്പെടുത്തിന് കുഴപ്പമുണ്ട്. പക്ഷേ മൂപ്പരെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മൂപ്പരെന്തായാലും മേഴ്സിയായിട്ട് നല്ല ബന്ധമാണല്ലോ. ഇ പി ജയരാജൻ സഖാവിനെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ അബ്ദുറഹ്മാൻ അവിടെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഒറ്റ വിളി, മേഴ്സി യു ഹാവ് ടു കം, യു ഹാവ് ടു വിസിറ്റ് കേരള എന്ന്, പിന്നെ യു പ്ലീസ് വിസിറ്റ് എന്ന് പോലും പറയേണ്ട, റിക്വസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. യു ഹാവ് ടു എന്ന് പറയേണ്ട ആവശ്യമില്ല. യു ഷുഡ് കം കേരള, യു ഷുഡ് വിസിറ്റ് കേരള എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം കിട്ടും. ഒരു ഭയങ്കര ബന്ധമെന്നുള്ളത് നമുക്ക് അന്ന് മനസ്സിലാക്കണം. മൂപ്പർക്ക് പിന്നെ ബോക്സർ മോഹൻമാലിയായിട്ട് നല്ല ബന്ധമായിരുന്നു. ബോക്സർ മോഹൻമാലി മരിച്ച സമയത്ത് ഈ സത്യത്തിൽ അന്നും മൂപ്പർ പെട്ടുപോയത് നിങ്ങൾക്കറിയാലോ. അദ്ദേഹത്തിന് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ പിന്നെ ചണ്ഡീഗഡ് പാർട്ടി കോൺഗ്രസിന് പോയപ്പോൾ ഉണ്ടായിട്ടുള്ള അക്രമത്തിന് ശേഷം വെടിയുണ്ടൊക്കെ തലയിലേറ്റി കൊണ്ട് നടക്കണമെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല, സ്കാനിങ് റിപ്പോർട്ട് നോക്കിയിട്ടില്ല. പക്ഷേ അസ്വസ്ഥതകളുണ്ട്. ഇവിടെ ബെൽറ്റൊക്കെ ഇട്ട് അങ്ങനെ പ്രത്യേക രീതിയിലാണ് കിടന്നുറങ്ങുക. രാജ്മോഹനോട് തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ശാരീരികമായിട്ട് മര്യാദയ്ക്ക് നമ്മൾ കിടന്നുറങ്ങുന്ന പോലെ ഉറങ്ങാൻ പറ്റാത്തത് പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള അദ്ദേഹത്തിനെതിരായിട്ടുള്ള കൊലപാതക ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതിൻ്റെ ശാരീരിക അവശതകളുണ്ട് ആ മനുഷ്യന്. 75 വയസ്സ് കഴിഞ്ഞിപ്പോൾ 75 വയസ്സ് കഴിഞ്ഞു തോന്നണം. പാവാണ്. അദ്ദേഹത്തിന് ഒരുപാട് ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട്. ശ്രീമതി ടീച്ചർ അടുത്ത ബന്ധുവാണ്. പക്ഷേ ഇ പി സഖാവ് പിന്നെ ഇപ്പം ഞാൻ പറയാൻ വന്നത് എന്തായിരുന്നു, ബോക്സർ മോഹൻമാലി മരിച്ചു കഴിഞ്ഞപ്പോൾ മൂപ്പര് രാത്രി ഈ ശാരീരിക അവശതയിൽ കിടന്നുറങ്ങി. ചില സമയത്ത് ഓക്സിജൻ മാസ്ക് വരെ വെച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത്. ശ്വാസോച്ഛ്വാസത്തിന് വരെ ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. അദ്ദേഹം എൻ്റെ പല സുഹൃത്തുക്കളുടെയും വീടുകളിലൊക്കെ ഈ ഗൾഫ് രാജ്യങ്ങളുടെ സന്ദർശനത്തിനിടെ താമസിച്ചിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പിന്നെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ എൻ്റെ വളരെ അടുത്ത സൗഹൃദങ്ങളുണ്ട്. അതിന് ശേഷമാണ് ഞാൻ മൂപ്പർക്കെതിരെ അങ്ങനെയൊന്നും പറയാത്തത്. പിന്നെ ഇപ്പോഴത്തെ ട്രോളിൻ്റെ സെൻസിൽ പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ കിടക്കണ മനുഷ്യരുടെ അടുത്ത് രാത്രി ഇവർ വിളിക്കുക, ബോക്സർ മോഹൻമാലി മരിച്ചു, അയാൾ ഇന്ത്യക്കാരനല്ല, വിദേശിയാണ്, അമേരിക്കയിലായിരുന്നു തോന്നുന്നു. മയമാലി മരിച്ചു എന്ന് കേട്ടപ്പം മയമാലി എന്ന് കേട്ടപ്പം പിന്നെ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട അന്ന് സ്പോർട്സ് പിന്നെ ചുമതലയും കൂടി അദ്ദേഹത്തിനുണ്ട്. അന്ന് 2016 ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് അദ്ദേഹത്തിന് പിന്നെ സ്പോർട്സിൻ്റെ യുവജനകാര്യക്ഷേമമുണ്ട്, ഇങ്ങനെയുള്ള വകുപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ കായിക വകുപ്പ് മന്ത്രിയാണ്. അപ്പം വിളിച്ചപ്പോൾ ഏതോ കായിക താരമാണെന്നുള്ളത് മനസ്സിലായി മയമാലി എന്ന് കേട്ടപ്പോൾ. അപ്പം മയമാലി എന്ന് കേട്ടപ്പോൾ മുമ്പിൽ വേഗം ഫുട്ബോൾ കുടിച്ചു. കാരണം എന്താ വെച്ചാൽ ഒന്ന് മലപ്പുറത്തുകാരനാവും,
മലപ്പുറത്തുള്ള ഏതോ പിന്നെ അല്ലെങ്കിൽ മലപ്പുറത്തോ കോഴിക്കോടോ അവിടെ ഇവിടെയുള്ള മലബാറിലുള്ള, കാരണം മോമാലി നേട്ടപ്പോൾ പുള്ളി മോമാലി നിൽക്കുമ്പോൾ മയമാലി എന്നാണല്ലോ നമ്മൾ റീഡ് ചെയ്യുക. നമ്മൾ മോമാലിമാരെ എല്ലാം മയമാലി എന്നാണല്ലോ നമ്മൾ സുഹൃത്തുക്കളെ വിളിക്കല്. എന്താ മയമാലി എൻ്റെ വർത്താനം എന്നുള്ള ചോദിക്കുക. ഇപ്പം മുസ്തഫ എന്നുണ്ടെങ്കിൽ നമ്മൾ മുത്തു എന്നാണ് വിളിക്കുക. എനിക്ക് അങ്ങനെ ഒരുപാട് മുത്തുമാരുമായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് മുത്തു ICRC ഖത്തറിലുള്ള മുത്തുക്ക മുസ്തഫാക്ക, കൈരളി TVയുടെയൊക്കെ പിന്നെ അവിടുത്തെ ക്യാമറമാനായിരുന്നു. ഞങ്ങൾ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. തിരുനാവായക്കാരനായ മുത്തുക്കാന്നാണ് വിളിക്കുക. അതേപോലെ അരീക്കോടുള്ള കോൺട്രാക്ടർ, അദ്ദേഹം A ക്ലാസ് കോൺട്രാക്ടറാണ് അദ്ദേഹം, അമീർ മാഷ് എന്ന് പറയുന്നത്. അവർ പിന്നെ ഇന്നിപ്പോൾ എറണാകുളത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ രാത്രി ഞങ്ങൾ മീറ്റ് ചെയ്യുമെന്ന് അറിയില്ല, ഇല്ലെങ്കിൽ നാളെ കാണും. അപ്പോൾ ഈ പിന്നെ മുസ്തഫാക്കേനെ ഞാൻ ആ മുത്തുക്കാന്ന് വിളിക്കുക. എൻ്റെ നാട്ടിലൊരു മുത്തുണ്ട്, മുസ്തഫയാണ്. CPM പാർട്ടി മെമ്പറൊക്കെ ആയിരുന്നു. ഇപ്പം CPM വിട്ടുപോയി അവനെ മുത്തുന്നാണ് വിളിക്കുക. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ ചില വിളികളുടെ ഭാഗമായിട്ടുണ്ടാകുന്ന സാധനമുണ്ട്. അപ്പം ബഹുമാലി നേട്ടപ്പോൾ ഒരു മയമാലിയുമൊക്കെ പിടിച്ചു. മയമാലി എന്ന് എടുക്കുമ്പോൾ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട സ്പോർട്സ് മന്ത്രി എന്നുള്ള രീതിയിൽ താങ്കളുടെ അഭിപ്രായം എന്താ, കായിക മന്ത്രി എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ മൂപ്പര് പറഞ്ഞു മയമാലി നല്ലൊരു ഫുട്ബോൾ കളിക്കാരനായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു. കാരണം ഈ ഉറക്കപ്പിച്ചതിൻ്റെ ഇടയിലാണ് ഈ ശാരീരിക അസ്വാസ്ഥ്യങ്ങളുണ്ട്. അങ്ങനെ പറഞ്ഞ അബദ്ധത്തിൽ മൂപ്പര് വിട്ടുപോയി. അത് ട്രോളായിട്ട് എല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ട്, ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മൂപ്പരെ വിളിച്ചാൽ മതിയായിരുന്നു. മൂപ്പര് കാരണം മേഴ്സിയായിട്ട് നല്ല ബന്ധമാണെന്നേ. അപ്പോൾ അത്രയും അബദ്ധം പറ്റിപ്പോയി. ഇനിയിപ്പം ഇലക്ഷനിൽ മലപ്പുറത്ത് ഒരു സാധനമാണ് താനൂര്. PK ഫിറോസ് അവിടെ വീണ്ടും മുസ്ലിം ലീഗിന് വേണ്ടി മത്സരിക്കും. അബ്ദുറഹ്മാൻ ഇപ്പം സഖാവ് അബ്ദുറഹ്മാനായി പാർട്ടി മെമ്പറായി. അപ്പോൾ അബ്ദുറഹ്മാൻ ഇനിയിപ്പോൾ എങ്ങനെയും മെസ്സിനെ കൊണ്ടുവരേണ്ടി വരും. ക്ഷമിക്കണം, സോറി, വേറെ രക്ഷയൊന്നുമില്ല. എനിക്കിതിപ്പോൾ വീണ്ടും ഇത് എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. 10-23 മിനിറ്റായി. എത്രയും നേരം ക്യാമറയുടെ മുമ്പിൽ വേറെ ഏതെങ്കിലും ചാനലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കുറഞ്ഞത് സിംഗിൾ സ്റ്റോറി ആണെന്നുണ്ടെങ്കിൽ മിനിമം 1500 ഉറുപ്പിക കിട്ടും. അപ്പോൾ ഇപ്പോൾ ഇത് എൻ്റേത് നിന്നാണ് പൈസ ഒന്നും കിട്ടാത്ത സാധനമാണ്. പനിക്കാറുള്ള ലക്ഷണമാണെന്ന് തോന്നുന്നത്, ജലദോഷത്തിനുള്ള. ഇല്ലെങ്കിൽ അടുത്ത ദിവസം എനിക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസം ജലദോഷം പിടിക്കാറുണ്ട്, കോൾഡ് വരാറുണ്ട്. എന്തെങ്കിലും നമ്മുടെ പൊടിയുള്ള സ്ഥലത്ത് കൂടെയൊക്കെ പോയേണ്ടി വന്നിരുന്നു. എനിവേ, അപ്പോൾ എന്തായിരുന്നാലും മെസ്സി എന്ത് റിസ്ക് എടുത്തിട്ട് ഇപ്പോൾ കൊണ്ടുവരാനുള്ള ശ്രമം നടക്കും. ആ ഓപ്പറേഷൻ, അത് ഓപ്പറേഷൻ സിന്ദൂറിനേക്കാൾ വലിയ ഓപ്പറേഷൻ ആയിരിക്കും, റിസ്കി ഓപ്പറേഷൻ ആയിരിക്കും. പക്ഷേ കൈമന്ത്രി കൊണ്ടുവരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മുട്ടിൽ മരം മുറിക്കാർ ഇവരെ സൈസാക്കിയിട്ടില്ലെങ്കിൽ എങ്ങനെയൊക്കെ റിസ്ക് എടുത്ത് കൊണ്ടുവരാൻ പറ്റും. എന്തായിരുന്നാലും ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും വലിയ പൈസ കൊടുത്തിട്ട് ടിക്കറ്റ് കൊടുത്തിട്ട് സാധാരണക്കാരന് കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ ആർക്കും കാണാൻ പറ്റണം എന്നുള്ള വെക്കണം. 100 രൂപയുടെ ടിക്കറ്റ്, 500 രൂപയുടെ, മാക്സിമം 500 രൂപയുടെ ടിക്കറ്റ്, പിന്നെ ബാക്കിയുള്ളത് 100 രൂപയുടെ ടിക്കറ്റ് കൊടുക്കണം. ഇല്ല, ഇത് അങ്ങനെയല്ല ചെയ്യണേ. ഇത് വലിയ പൈസക്കുള്ള ടിക്കറ്റാണ്. 10,000 രൂപയുടെയും ഒക്കെ ടിക്കറ്റാണ് വെക്കുന്നത്. 25,000 രൂപയുടെയൊക്കെ ടിക്കറ്റാണ് വെക്കണേ. 5,000 രൂപയൊക്കെ സാധാരണക്കാരന് കാണാൻ പറ്റുമോ? കൂലിപ്പണിക്കാരന് കാണാൻ പറ്റുമോ? പിന്നെ എന്ത് സ്പോർട്സ് രംഗം ഉദ്ധരിക്കുന്നവർ പറയണേ, ഒരു കുന്തമില്ലാന്നേ. ഇവർ ഈ പൈസ മുഴുവൻ ചെയ്യേണ്ടത് ഇവിടുത്തെ സ്പോർട്സ് മേഖലയിലെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടും സ്പോർട്സിൽ താല്പര്യമുള്ള കുട്ടികളെ, ഗെയിംസിൽ താല്പര്യമുള്ള കുട്ടികളെ പരിശീലിപ്പിക്കാനും വേണ്ടിയിട്ട് പൈസ ഉപയോഗിക്കണം. ഇല്ലെങ്കിൽ ആ പണി മര്യാദയ്ക്ക് സർക്കാരിന് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ പിന്നെ IM വിജയനെയും അതേപോലെ തന്നെ U ഷർഫലിയെയും KT ചാക്കോയുടെയും അതേപോലെ കുരികേശ് മാത്യുവിൻ്റെ ഒക്കെ സ്ഥാപനങ്ങൾക്ക് ഇവർ ആ പൈസ എയ്ഡായിട്ട് കൊടുക്കണം. അവരെ സാമ്പത്തികമായിട്ട് സഹായിക്കുക, അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ പിന്നെ മെസ്സിയുടെ പുറകെയും പിന്നെ റൊണാൾഡോൻ്റെ പുറകെയും ഒന്നും പിന്നെ നടക്കലല്ല ഒരു കായിക മന്ത്രിയുടെ പണി എന്ന് ഏറ്റവും വിനയത്തോടുകൂടി കായിക മന്ത്രി, തിരൂരുകാരൻ്റെ പ്രിയപ്പെട്ട മാമൻ, എൻ്റെ മാമനല്ല, എന്തായിരുന്നാലും മാമയല്ല കേട്ടോ, മാമാപ്പണിയൊന്നും മൂപ്പരെടുത്തിട്ടില്ല. മൂപ്പര് വളരെ മാന്യനായ രാഷ്ട്രീയക്കാരനാണ്. പണ്ടേ ഭൂസത്തും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. അല്ല രാഷ്ട്രീയം കൊണ്ട് വലിയ പൈസ ഒന്നും ഉണ്ടാക്കാൻ പോയിട്ടുണ്ടെന്നുള്ളത് ധാരണ എനിക്കില്ല. ഇത്തവണ പക്ഷേ മൂപ്പര് ഇതിനകത്ത് പോയിട്ട് ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ ഫിറോസ് താനൂരും കൊണ്ടാട്ട് പോകും. മൂപ്പര് പിന്നെ ഫുട്ബോൾ മേഖല നവീകരിക്കാൻ വേണ്ടി പാടത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ പിന്നെ ഫുട്ബോളും കളിച്ച് നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.